ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇവിടെ മഴയൊക്കെ ഉണ്ടോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. പിന്നെ എൻ്റെ വീട്ടിലോട്ട് ഞാനിന്ന് പോയി. അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴി. ചെറിയ വയലിലോട്ട് പോകുന്ന വഴി. അപ്പോൾ വണ്ടി അവിടെ വെച്ചിട്ട്, അവിടെ വരെ വണ്ടി വരത്തുള്ളൂ. വണ്ടി വെച്ചിട്ട് വയലിൽ കൂടെ അങ്ങോട്ട് പോകണം. അതിലൊക്കെ ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുക, കൃഷിയൊന്നുമില്ല. പന്നിയൊക്കെ ഉണ്ട്. ഇങ്ങനെ എർത്ത് കമ്പിയൊക്കെ കൊടുത്തിട്ടാണ് ഇപ്പോൾ ഒരുവിധം കൃഷിയൊക്കെ ചെയ്ത്. നേരത്തെ കൃഷിയൊന്നും ഇല്ലാതെ കിടക്കുമായിരുന്നു. ഭയങ്കര പന്നി ശല്യമായിരുന്നു. അപ്പം ഞാൻ ഒരു മാസത്തോളമായിപ്പോൾ വീട്ടിലോട്ട് വന്നിട്ട്. ഇത് അടുത്തൊരു വീടാണ്. അവിടെ കൊച്ചവിടെയുള്ള ചെറുക്കൻ മാത്രമേ ഉള്ളൂ. അവിടെയൊക്കെ കാട് പിടിച്ച് കിടക്കുന്നത്. അമ്മായിമ്മയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നതുകൊണ്ടാണ് ഇങ്ങോട്ട് എനിക്ക് വരാനേ പറ്റാതായി പോയത്. പിന്നെ വീടിനടുത്ത് തോടാണ്. അപ്പോൾ തോടിൻ്റെ സൈഡിൽ കൂടെ വീട്ടിലോട്ട് പോകുന്ന വഴി. ഇത് ശനിയാഴ്ചത്തെ വീഡിയോ ആണ്. ശനിയാഴ്ച ഞാൻ വീട്ടിലോട്ട് പോയി. ഇതെൻ്റെ അച്ഛനെ അടക്കിയതാണ്. ഇവിടെ അച്ഛൻ 2013 മരിച്ചു പോയതായിരുന്നു. പിന്നെ മരുമോൾ അവിടെ നിന്ന് അരി കഴുകുന്നുണ്ട്. ചെന്ന പാടെ കുറേ കൂണ് കണ്ട് അങ്ങനെ എന്നെ കൂണ് പറിക്കാൻ അതിൻ്റെ പുറകിലങ്ങ് നടന്നു. ഇച്ചിരി ഏറെ കൂണുണ്ടായിരുന്നു. അപ്പം അതൊക്കെ പറിച്ച് ഞാൻ വീഡിയോസ് ഇപ്പോൾ തുടങ്ങിയണൊക്കെ. പിന്നെ ഇതുവരെ ഞാൻ ഇങ്ങോട്ട് വന്നില്ല. അമ്മയും കൊണ്ട് ആശുപത്രിയിലൊക്കെ പോയിട്ട് വരാൻ പറ്റില്ല. ഇതാണ് എൻ്റെ വീട്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് 2 കിലോമീറ്ററോടൊപ്പമാണ് എൻ്റെ കുടുംബത്ത് പോകണമെങ്കിൽ. അപ്പോൾ ഇവിടെ മോനും മരുമോളും കൂടെ താമസിക്കുന്നത്. കൊച്ചു മരുമോളും മോനും കൂടെ താമസിക്കുന്നത്. അവരിരട്ടകളാണ്. അവർ 2 പേരും ഉണ്ട്. അവരെന്നോട് താമസിക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും കൂടെ താമസിക്കാൻ പറ്റില്ല. കൊച്ചു വീടാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് മാറി താമസിക്കുന്നത്. അപ്പോൾ വീടിനടുത്തൂടെ തോട് പോകുന്നത്. അപ്പം നമ്മൾ ആ തോട്ടിലൊക്കെ തുണി കഴുകും, കുളിയും, ചിലപ്പോഴൊക്കെ പാത്രവും കഴുകും. അവളുമാർ പറക്കിക്കൊണ്ട് പോയി. പിന്നെ എനിക്ക് കൂണാണെങ്കിൽ ഞാൻ മെഴുക്കുവരട്ടി വെച്ച് കഴിക്കും, ഭയങ്കര ഇഷ്ടമാണ്. അവന്മാർക്കും വെച്ച് കൊടുത്താൽ അവന്മാർ കഴിച്ചോളും. പക്ഷേ തന്നെ ഉള്ളെങ്കിൽ അവരങ്ങനെ അതൊന്നും ഉപയോഗിക്കത്തൊന്നുമില്ല. ഞാനുണ്ടെങ്കിൽ ഇതുപോലെ പറിച്ചൊക്കെ ശരിയാക്കി കൊടുക്കും. ഇതാണ് ഞങ്ങളുടെ കിണർ. അല്ലാതെ ഞാൻ പിന്നെ കൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും കൂടെ ചേർത്ത് വാഴയിലക്കകത്ത് പൊതിഞ്ഞ് അടുപ്പിലെ കനലിനകത്തിട്ട് ചുട്ട് കഴിക്കും. ഞാൻ എൻ്റെ കൊച്ചു വീട്, ചെറിയ വീടാണ്. ഭയങ്കര കിളികളുടെ ബഹളമൊക്കെയാണ്. ഒത്തിരി മാവുണ്ട് മുറ്റത്ത്. വീടിൻ്റെ ഫ്രണ്ടിലും ബാക്കിലോട്ടൊക്കെ നിറച്ച് മാവുണ്ട്. അതിലൊക്കെ കിളികളാണ്. നമ്മൾ പ്രത്യേകിച്ച് കിളികളൊന്നും വളർത്തണ്ട. ഇഷ്ടം പോലെ കിളികളുണ്ട്. അപ്പോൾ അവരിങ്ങനെ കലകലാ സൗണ്ട് വെച്ചുകൊണ്ടിരിക്കും. വയലല്ലേ, എല്ലാം കാട് കയറി കിടക്കുക. കൃഷിയൊന്നുമില്ല. പന്നി ശല്യം കൊണ്ടൊന്നും കൃഷി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ എല്ലാവരും ഓടിട്ടിരിക്കുന്നത്. നമുക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ അവിടെ. പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ സ്ഥലമായിരുന്നു. ഇതാ വീട്. 3 സെൻറ്റ് സ്ഥലത്തിനാണ് കിട്ടിയത്. പിന്നെ അന്ന് ഇച്ചിരി പൈസയും കൂടിയിട്ട് 13 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു. അങ്ങനത്തിൽ അവർ താമസിക്കുന്നത്. മൂത്ത മോനും കൊച്ചും അവരുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അതും അവിടെ അടുത്ത് തന്നെ. 2 പേരും ഭയങ്കര പണിയാണ്. അമ്മ 2 ഇരട്ടകൾ. ഭയങ്കര പണി. അവിടെ അയ്യം വൃത്തിയാക്കലൊക്കെ. എത്ര വൃത്തിയാക്കലും വയലായതുകൊണ്ട് പടപടേന്ന് പോച്ച വിളിച്ച് വരും. എന്നാലും പിന്നെ അവരിരിക്കുമ്പോൾ പടം വൃത്തിയാക്കും. പിന്നെ ഞാനും അവരുടെ കൂടെ കൂടി എല്ലാം വൃത്തിയാക്കി തിരിച്ച് പിന്നെ വീട്ടിലോട്ട് പോരാൻ ആരംഭിച്ചു. അമ്മായിമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. ഡോക്ടറെ പോയി കാണിച്ചു. പിന്നെ പെങ്ങളുടെ 2 മക്കളും അമ്മയുടെ കൂടെ വന്നത്. അവരെ 3 പേരെയും കൂടെ ഓട്ടോയിൽ കയറ്റി വിട്ടു. അപ്പോഴത്തേക്ക് ചേട്ടൻ ജോലി കഴിഞ്ഞ് അവിടെ വന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. അപ്പം മൂത്ത മോനും കുഞ്ഞും മരുമോളും കൂടാണ് അവിടെ ഇരുന്നത്, മോളുടെ അടുത്ത് വന്നിരുന്നത്. പിന്നെ ഞങ്ങൾ വൈകിട്ട് വന്ന് അവരങ്ങോട്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് പോയി. ഞങ്ങൾ മോളെയും കൊണ്ട് മുത്തൂറ്റ് ഹോസ്പിറ്റലിലോട്ട് പോയി. മോളെ തന്നെ അവിടെ ഇരുത്തിയിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അവരെ വിളിച്ച് അവിടെ ഇരുത്തിയിട്ടാണ് പോയത്. പിന്നെ ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ട് ഇവിടെ മോൾ ജോലി ചെയ്യുന്ന മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ 7:30 കയറിയാൽ മതി. അപ്പോൾ 7 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. കൊണ്ടുവിടും. പിന്നെ അങ്ങോട്ട് കൊണ്ടുവിട്ടു. തിരിച്ച് ഞങ്ങൾ പിന്നെ വീട്ടിലോട്ട് പോരുന്നു. വരുന്ന വഴിക്ക് എനിക്കൊരു സ്പ്രൈറ്റും വാങ്ങിച്ചു തന്നു, ഒരു ഡയറി മിൽക്കും വാങ്ങിച്ചു. എന്നും അവർ 2 കൂടെ പോകുന്നത്. ഇന്ന് പിന്നെ ഞാനും അങ്ങ് കൂടെ ഇറങ്ങി. അവരുടെ കൂടെ ഞാനും പോയി. അങ്ങനെ കൊണ്ടുപോകത്തില്ല. 3 പേര് വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ പറഞ്ഞിട്ട് കൊണ്ടുപോകത്തില്ല.
അപ്പോൾ എൻ്റെ ഇന്നത്തെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബായ്.